ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇതേപോലത്തെ ഒരു മെസ്സേജ് പലർക്കും വാട്സാപ്പിൽ വന്നിട്ടുണ്ടാവും. ആ ഒരു മെസ്സേജ് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ബ്ലോക്ക് ആയി. അത് റീആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ തന്നിട്ടുണ്ട്. ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് അതിലൂടെ നമുക്ക് ബാങ്ക് അക്കൗണ്ട് റീആക്ടിവേറ്റ് ചെയ്യാനാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അക്കൗണ്ട് ബ്ലോക്ക് ആയി അത് റീആക്ടിവേറ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ അവിടെ നടക്കും. ഒന്ന്, നിങ്ങളുടെ ഫോൺ ആക്കിയപ്പെടും. രണ്ടാമത്തത്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് കാലിയാവും. അപ്പോൾ ഞാൻ ഇനി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതൊരു മാൽവെയർ ആണ്. അത് വെറും മാൽവെയർ അല്ല, ബാങ്കിങ് മാൽവെയർ ആണ്. ബാങ്കിങ് മാൽവെയർ എന്താണെന്ന് അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, നമ്മുടെ ATM പിൻ, അക്കൗണ്ട് നമ്പർ, ആധാർ നമ്പർ, ഫോൺ നമ്പർ സ്റ്റീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഹാക്കേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു മാൽവെയർ ആണ് ബാങ്കിങ് മാൽവെയർ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയപ്പോൾ നമ്മുടെ ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് ചോദിക്കുന്നത്. കൊടുത്ത് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ആയിപ്പോൾ. അതായത് പിന്നെ ഇത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷനിൽ ആ ലിസ്റ്റിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അറിയാതെ എങ്ങനെയും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഇൻസ്റ്റാൾഡ് ലിസ്റ്റിൽ കയറിയിട്ട് അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യുക. ഇത് യൂണിയൻ ബാങ്കിൻ്റെ പേരിൽ മാത്രമല്ല, ഏതൊക്കെ ബാങ്കുകളുണ്ടോ അതിൻ്റെയൊക്കെ പേരിൽ ഈ ഒരു